ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ തറവാട്ടിലാണുള്ളത്. തറവാട്ടിൽ ആലിക്കുന്ന് പറനിറപ്പിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ പറനിറപ്പ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വീട്ടിൽ നിലവിളക്കൊക്കെ വെച്ച് ഭഗവതിയെ ഇരുത്തി അവിടെ അരിയും പൂവൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു വഴിപാടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തറവാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് ഇവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിലവിളക്കൊക്കെ വെച്ച് കത്തിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ അല്ല കേട്ടോ വയ്ക്കാം, മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കും. മുറ്റത്ത് കളം വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളം വെച്ച് അങ്ങോട്ട് നിലവിളക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കും. പിന്നെ നാക്കിലയിൽ പൂവൊക്കെ അങ്ങോട്ട് വയ്ക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു വഴിപാടാണ്. ഇതെല്ലാം വീട്ടിലും എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളിലില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളത് മഴ കൂട്ടി നമ്മളവിടെ പറയണം കേട്ടോ, എന്നാലേ അവർ വരുള്ളൂ. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ. അതിങ്ങനെ കാടിൻ്റെ ഭാഗത്ത് അമ്പലങ്ങളുണ്ട്. അവിടേക്കൊക്കെയാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ വാരിയിടുന്നുണ്ട്. പറയിൽ നെല്ലൊക്കെ വാരിയിടുന്നുണ്ട്. പിന്നെ അവിടുത്തെ വീട്ടമ്മയാണ് കേട്ടോ അവിടുത്തെ പറയിൽ നെല്ല് നിറയ്ക്കാറ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ അരി വാരിട്ടതിന് ശേഷം വിജയായിരുന്നു കേട്ടോ അരിയൊക്കെ പറയിലിട്ടത്. അപ്പോൾ ഇത് അവൾ അരി നിറയ്ക്കുന്നുണ്ട് കേട്ടോ. പറ നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ തെങ്ങും പൂക്കുല വയ്ക്കുക. പിന്നെ അങ്ങനത്തെ വഴിപാടുകളൊക്കെ ഇങ്ങനെ നടന്നത്. പിന്നെ ഭഗവതിയെ പ്രദക്ഷിണം വെച്ച് ആ കളത്തിലിരുത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ എല്ലായിടത്തേക്കും അരിയാറൊക്കെ കഴിക്കും. അങ്ങനത്തെ ഒരു വഴിപാടാണേ. അപ്പോൾ ഇതുപോലത്തെ വഴിപാടുകൾ എല്ലാ വീട്ടിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എവിടെയാണോ അത് വേറെ എവിടേക്കെങ്കിലും ഉണ്ടോ നമുക്കറിയില്ലല്ലോ. ഇതാണ് പിന്നെ അവിടെ പട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ച് എല്ലാവരും ഒഴിയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഓരോ വഴിപാടുകളാണ്. പിന്നെ ഇതാ അവർ കുറച്ച് നേരം അവിടെ നിന്ന് കൊട്ടും. കൊട്ടൊക്കെ കൊട്ടിയിട്ടൊക്കെയാണ് പോവുക കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് അവർ തൂക്ക്, ഇത് അവർ കയ്യിലുള്ള തൂക്ക് വിളക്കാണ്. ഭഗവതി അവിടെ എടുത്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ തറവാട്ടിൽ അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഭഗവതിയൊക്കെ പ്രാർത്ഥിച്ച് ഐശ്വര്യപൂർണ്ണമാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവർ പോയിട്ടോ. അവരങ്ങനെ പോണത് കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു നല്ലൊരു ഐശ്വര്യമായിരുന്നു അത് കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി, സാമ്പാറൊക്കെ ഉണ്ടാക്കി. പിന്നെ നല്ല ചോറ് സാമ്പാറൊക്കെ കഴിച്ച് പിന്നെ ചെറുപയർ കൊണ്ടൊരു പായസം വെച്ചു.